രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744 06785. പ്രകൃതിയുടെ നെഗറ്റീവ് എനർജിയിൽ നിന്നും ഒരാളുടെ കുടുംബത്തിൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ കാലങ്ങളായി പിന്തുടരുന്ന രീതിയാണ് കർക്കിടകത്തിലെ രാമായണ പാരായണം. കേരളീയരെ സംബന്ധിച്ചിടത്തോളം രാമായണം വായിക്കുന്നത് ഒരു ആത്മീയ ശുദ്ധീകരണമാണ്. അത് അവരുടെ കുടുംബാംഗങ്ങളുമായി, പ്രത്യേകിച്ച് കുട്ടികളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരുതരം പാരമ്പര്യമാണ്. ഒരു കുടുംബത്തിലെ സംഘർഷങ്ങൾ എന്തുതന്നെയായാലും ഒരു മനുഷ്യൻ എങ്ങനെ സദ്ഗുണങ്ങളെ ഉയർത്തിപ്പിടിക്കണം എന്ന് ശ്രീരാമൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നമുക്കായി ഏറെ അർത്ഥങ്ങളും അതിലേറെ അന്തരാർത്ഥങ്ങളും കൊണ്ട് സമ്പന്നമായ രാമായണ പാരായണം ചെയ്യുന്നത് പന്നിമറ്റം സ്വദേശിനി ആശാരിത്തേൽ രമ്യ ബിനുവാണ്. പാരായണ ഭാഗം വ്യാഖ്യാനം നൽകുന്നത് ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ സ്വാമി അയ്യപ്പദാസും. ഇന്ന് കർക്കിടകം 16 ബുധനാഴ്ച. രാമായണം ആരംഭിച്ചിട്ട് 15 ദിവസം പൂർത്തിയായി. ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ വരുന്നത് ക്രിയാമാർഗോപദേശം. ക്രിയാമാർഗോപദേശം എന്ന് പറഞ്ഞാൽ നമ്മളേറെ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ഈശ്വര പൂജയ്ക്ക് ഏതെല്ലാം തരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കാമെന്നും ഏതെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ പൂജ നിർവഹിക്കണം എന്നും വ്യക്തമാക്കുന്നതാണ് ക്രിയാമാർഗോപദേശം. ഹനുമാനും സുഗ്രീവനും ചേർന്നുള്ള സംവാദം, ശ്രീരാമൻ്റെ വിരഹതാപം, ലക്ഷ്മണൻ്റെ പുറപ്പാട്, ഇത്രയുമാണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. ഈശ്വര പൂജ ഏതെല്ലാം തരത്തിൽ ചെയ്യാമെന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണിത്. ഈശ്വര സങ്കല്പം സൂര്യനിലാവാം, അഗ്നിയിലാവാം, വെള്ളത്തിലാവാം. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ഉപയോഗിച്ച് ഈശ്വര പൂജ നിർവഹിക്കാം. അതിൻ്റെ വിശദ വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യഭരണത്തിൽ മുഴുകി സുഖലോലുപനായി വാണ സുഗ്രീവനടുത്തേക്ക് ആഞ്ജനേയൻ ഏകാന്തതയിൽ എത്തിയ ഹനുമാൻ പറഞ്ഞു, നമ്മുടെ ആവശ്യം ശ്രീരാമചന്ദ്രൻ സാധിച്ചു തന്നു കഴിഞ്ഞു. കാലമേറെയായി. പ്രഭുവിൻ്റെ ആവശ്യത്തിന് അഥവാ സീതാന്വേഷണത്തിന് നാം എന്ത് ചെയ്തു? ഇതുവരെ ഒന്നും ചെയ്തില്ല. അക്ഷന്തവ്യമായ ഒരപരാധമാണത്, സംശയമില്ല. സുഗ്രീവൻ പറഞ്ഞു, ഇത്തരം സത്യങ്ങൾ തുറന്നു പറയാൻ കെൽപ്പുള്ള മന്ത്രിമാർ ഒരു രാജാവിന് ഭൂഷണമാണ്. അതുകൊണ്ട് എൻ്റെ ജീവൻ തന്നെയാണ് രക്ഷപ്പെടാൻ കാരണമായിട്ടുള്ളത്, സംശയം വേണ്ട. 10 ദിക്കുകളിലേക്കും രാജാജ്ഞയോടെ 10,000 കവിവീരരെ അയക്കുക. 10 ദിവസത്തിനുള്ളിൽ കാര്യസാധ്യം കഴിഞ്ഞ് മടങ്ങിയെത്തിയില്ലെങ്കിൽ 10 ദിനം കഴിഞ്ഞെത്തുന്നവർ വധ്യരായിരിക്കും എന്ന് പറയാൻ ഒട്ടും സംശയം വേണ്ട. ഇതാണ് സുഗ്രീവ ശാസനം. കവികുല നായകന്മാരെ വരുത്തുവാനായി സംഘം പുറപ്പെട്ടു. വിരഹതാപത്തോടെ കൃതജ്ഞനാണോ സുഗ്രീവൻ എന്ന് ശങ്കയിൽ പർവ്വതമുകളിൽ രാമൻ ദുഃഖിതനായി കഴിയുന്നു.
ലക്ഷ്മണൻ ക്രുദ്ധനായി സുഗ്രീവനെ ശാസിക്കാൻ തയ്യാറായി കിഷ്കിന്ധ്യയ്ക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ രാമൻ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, സുഗ്രീവൻ വധ്യനല്ല, അഥവാ വധിക്കപ്പെടേണ്ടവനല്ല, അവൻ ശുദ്ധനാണ്, വേണ്ടുന്നത് ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. കിഷ്കിന്ധ്യയിലെത്തിയ ലക്ഷ്മണനെ താരയും അങ്കദനും ഹനുമാനും മറ്റനേകം പേരും ചേർന്ന് സ്വീകരിച്ചു സുഗ്രീവ സന്നിധിയിൽ എത്തിച്ചു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന വൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതദാനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം. കേൾക്ക കവീന്ദ്ര, നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചീലതേതുമെന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ. ബാലി മഹാബലവാൻ കവിപുങ്കവൻ, ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ, മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജാഭിഷേകവും ചെയ്തു മഹാജനം. പൂജനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവ ശോഭ പരശ്വേതവ മൃത്യു ഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടു മുർവീശ്വരൻ വരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം. രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകളെത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടഞ്ജസാഭീതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലു മമാത്യനുണ്ടെങ്കിലോ വൃത്തീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കും അയച്ചിടണം. സപ്തദീസ്ഥിതന്മാരായ വാനര സത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കവിവീരരെ പാരാതയയ്ക്ക സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം, പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ മധ്യനവനിതിനില്ലൊരു സംശയം. സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോട് യുദ്ധം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ബുക്കിരും നേടിനാൻ. പത്രവിനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനര സത്തമന്മാരെയും
പത്തു ദിക്കിന്നയച്ചാനഭിപദ ദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗേന പ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പൊയ്തു ദാനമാനാദി തൃപ്തനാത്മനാമായുഷ മനുഷ്യ കാര്യാർത്ഥമതിദ്രുതം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമ കാൺക കുമാരനീ ജാനകീദേവി മരിച്ചിതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കൊച്ചിൽ പുരുഷൻ എന്നോടു സംപ്രേതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിടുകൾ കേവലമെത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങോ ബലാൽ കൊണ്ടു പോരുവൻ നിർണയം. ജാനകീദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും അതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായതു. ചന്ദ്രശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തലോടിത്തതാ വന്നു തടുവീടും എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടു കൂടി ദിവാനിശം. മദ്യപാനാസക്തചിത്തനാങ്കാമുകൻ വ്യക്തം കൃതിജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരത്കാലമെന്നതോ കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാദിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവാൻ. അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനുമതീനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്ത രാഘവനോടതി ക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിടിനാൻ. വന്ധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യാതവാന്തികം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായൊരു സുമിത്രാതനയനും ആദായ ചാപരോണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധും അഭ്യുദ്യതം സോദരം. കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയുമുണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ബാലിയെ പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ യുദ്ധമവനോട് ചെന്നു ചൊന്നാലതീനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനു രൂപമാകുതമോർത്തു കർത്തവ്യമനന്തരം. അഗ്രജന്മാജ്ഞയാ സൗമിത്രീ സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോം ഇപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലനജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും. മാനുഷവേഷം ധരിച്ചു പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാൽ
മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മയ നാശിനിയാകിയ ദിവ്യ കഥയെ പ്രസിദ്ധയാക്കൂതയഥാം. രാമനായി മനുഷ്യ വ്യാപാരജാതയാ രാമായണാഭീതാമമാനന്ദദായിനീം സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജ ചിത്തേ പരിഗ്രഹിച്ചിടിനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താനനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാനവ്യക്തനദ്വയൻ. കാമാദികളാൽ അവിലിപ്തനവ്യയൻ വ്യോമവദ്യാപ്ത സംതപ്തനനന്ദനമായവൻ. ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക്ത പ്രബോധമുണ്ടാമെന്ന് ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ. മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ധയാം നരകാന്തികം പ്രാപിച്ചു. ലക്ഷ്മണനും ചെറുഞാണുളിയിട്ടിതു മർക്കടന്മാരവനെ കണ്ടുപേടിച്ചു. ചക്രോ കിലികില ശബ്ദം പരവശാൽ വപ്രോപരി വാഞ്ഞു കല്ലും മരങ്ങളും. വിഭ്രമത്തോടെ കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു. ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കട കൂട്ടത്തെയൊക്കെ ഒടുക്കുക. ഉൾക്കാമ്പിലഭ്യുദയനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചതോ. ഭല്ലൂകവൃന്ദവും വല്ലാതെയായതു ലക്ഷ്മണനാഗതനായതറിഞ്ഞത. തൽക്ഷണമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞുതാ. ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛ വത്സത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർദ്ധ വിളംബിതം വരും. ഉഗ്രനാമഗ്രജനെ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവനുൾക്കാമ്പിലെങ്കിലതേ പോരും എന്നരുൾ ചെയ്തതു ചെന്നു പറകുന്നു. ചൊന്നതു കേട്ടൊരു ബാലീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരേ പുറത്തു ഭാഗത്തിനെ. കാപേയഭാവം കളഞ്ഞു വന്നിക്ക ചെന്നാപത്തതല്ലാകിലുണ്ടായി വരും ദൃഢം. സംതൃപ്തനായി സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാമാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ. അംഗദനോടും കൂടന്തികെ ചെന്നു വന്നിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായോരോ സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവ മയച്ചത താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാതിപാനനെ പോകേണമശുനി താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ. ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്കാം സാരസ്യ സാരവാക്യങ്ങളാൽ. പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം. യുദ്ധമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തോ പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാറെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയം രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം.
യുദ്ധം പറഞ്ഞു കൈയും പിടിച്ചു സൗമിത്രിയോടു മന്ദമന്ദം നടന്നിതു. യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യം ചെന്നു. മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യമുഖിയായ മാനിനി, താരാജകൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നിതന്നേരം. ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയാൽ മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതീതെന്നറിഞ്ഞിലയോ, ഭക്തനായത്രയോ ഉത്തമനായി തവ ഭൃത്യനായോരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെ എന്തൊരു ഗതി, ചാബല്യമേറുമിജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി, ഇക്കാലമാശു ഭവൽ കൃപയ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ. വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ, നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ. 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതോ 10 ദിക്കിന്നും കപികുല പ്രൗഢരും വന്നു നിറഞ്ഞതോ കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡനാമിനിയില്ല നിർണയം. നക്തഞ്ചര കുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കപി സത്തമന്മാരെല്ലാം, പുത്രകളത്ര മിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി. ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും, താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്യരാമുദ്ധാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹുലിതേക്ഷണനാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ. മിത്രാത്മജനോട് ചൊല്ലിനാൻ, നീ രഘുകുല സത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ, വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു മറിക നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതേനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. യുദ്ധമരുൾ ചെയ്തവതിനെന്തു കാരണം, ഭക്തനേറ്റം പുരുഷോത്തമങ്ങൾ കവി സത്തമനോർക്കിൽ സുനിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനര പുങ്കവൻ, വിസ്മൃതനായിരുന്നിടുകയില്ലേതും വിസ്മയമമ്മാറു കണ്ടിലയോ ഭവാൻ. വേഗേന നാനാദിയന്തരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കൂ മായയാമിന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയോ മാരോടലജ്ജനായി നിൽക്കും ദശാന്തരെ, സുഗ്രീവനർഘ്യപാദ്യാധ്യേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാലോഹമാഹന്തരാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ, ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കൾ സഹായമാത്രം ഞങ്ങളെ വരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയോ മുൾക്കാം വഴിഞ്ഞവനോടു ചൊല്ലിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനടോ. വൈകാതെ ഭോഗവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ,
ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744406785.